ഇനിയും പുതിയ തലമുറയിലെ ആൾക്കാരും അല്ലെങ്കിൽ അതുപോലെ ആൾക്കാർ ഒരുപാട് പേര് ഇവിടെ അതിഥികളായിട്ടുണ്ട്. നമുക്ക് അവരെ കൂടി ഇങ്ങോട്ട് ക്ഷണിക്കേണ്ടതുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നത് ശ്രീറാം. അതെ. പ്രൊഡ്യൂസറായിരുന്നു ഞങ്ങളെ ക്ലാസിക്കൽ മ്യൂസിക് പ്രൊഡ്യൂസറുടെ മകനാണ് ചേർത്തല ഗോപാലൻ നായർ. ശ്രീറാം ആകാശവാണിയിൽ ഇപ്പോഴും പ്രോഗ്രാം എക്സിക്യൂട്ടീവായി ജോലി ചെയ്യണം. അച്ഛൻ്റെ കൂടെ ഉദയഭാന ചേട്ടനും ഉണ്ടായിരുന്നു വർഷങ്ങളോളം ഓഫീസിൽ. ഇപ്പോൾ എനിക്കൊരു ഭാഗ്യം കിട്ടി ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട്. 83, 85 ആ കാലഘട്ടത്തിൽ ഈ ഓണം ഫെസ്റ്റിവൽ നടക്കുമല്ലോ, ടൂറിസം വീക്ക്. അപ്പോൾ അതിന് ആ വർഷം ഒരു യുവജനങ്ങളെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഗാനമേള പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഓൾമോസ്റ്റ് റിഹേഴ്സലൊക്കെ കഴിഞ്ഞു, പാട്ടുകളെല്ലാം സെലക്ട് ചെയ്ത് ഓരോരുത്തർക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ശ്രീറാമെ പാട്ടുകളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം പോയി കഴിഞ്ഞു, ഇനി ഒരു 3-4 പാട്ടുകളെ ബാക്കിയുള്ളൂ, അതിലേതെങ്കിലും പാടാമോ? അപ്പോൾ ഞാനെന്തായാലും പറഞ്ഞു, ഞാനിതിലേതെങ്കിലും പാടിക്കോളാം ചേട്ടൻ പറയുന്നത്. അപ്പോൾ 2 പാട്ട് അങ്ങനെയാണ്. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴവും പാലാണ് തേനാണ്. ഈ 2 പാട്ട് അന്ന് ഞാൻ പഠിച്ച് വേദിയിൽ പാടി. അത് അന്ന് മുതലാണ് ഞാൻ ശരിക്കും ഈ പഴയ പാട്ടുകളിലേക്ക്. പിന്നീട് ഓൾഡ് സ്കൂളിൽ ചേട്ടൻ എന്നെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ അതിൽ ധാരാളം പാട്ടുകൾ പാടാനും പണ്ടത്തെ കാലത്തെ ഗായകരോടൊപ്പം പാടാൻ ഒരു അവസരം കിട്ടിയത് അതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നത്. സാറിൻ്റെ പാട്ടുകൾ നിറയെ വേദിയിൽ പാടി കാണുമല്ലോ. പാടിയിട്ടുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഈ വേദിയിൽ ഒരു 4 പേര് പാടാൻ പറ്റുന്ന ഒരു പാട്ട്? കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിലെ പി ഭാസ്കർ മാഷയുടെ ഒരു പാട്ടുണ്ട്, പൊൻവിള. അതിൻ്റെ ചരണത്തിൽ അല്ലാഹു വച്ചതാം അല്ലലൊന്നില്ലയിൽ അല്ലാഹുവേ തന്നെ മറക്കില്ലേ നമ്മൾ, അല്ലാഹുവേ തന്നെ മറക്കില്ലേ, എല്ലാവർക്കും എപ്പോഴും എല്ലാം തികഞ്ഞാൽ സ്വർലോകത്തിനെ വെറുക്കില്ലേ നമ്മൾ, സ്വർലോകത്തിനെ വെറുക്കില്ലേ, പൊൻവളയില്ലെങ്കിലും പൊന്നാടയില്ലെങ്കിലും പൊന്നിൻ കുടം എന്നും പൊന്നിൻ കുടം എൻ്റെ, പൊന്നിൻ കുടം എന്നും പൊന്നിൻ കുടം. വളരെ മനോഹരമായൊരു പാട്ടാണ്. അതിൻ്റെ സിറ്റുവേഷൻ മധുസാറാണെന്നൊരു പടത്തിൽ സിനിമയിൽ അതെ എനിക്ക് ഓർമ്മയുണ്ട്. പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന വേറൊരു പാട്ട് കൂടി നമുക്ക് പാടണേ, കാരണം ശ്രീറാം അതിമനോഹരമായിട്ട് പാടുന്നുണ്ട്. എവിടെ നിന്നോ വഴിയമ്പലത്തിൽ വന്നു കയറിയ വാനമ്പാടികൾ നമ്മൾ, വാനമ്പാടികൾ നമ്മൾ, എവിടെ നിന്നോ. നല്ലൊരു പാട്ടാണ്, ശരിയാണ്. കാരണം അതൊക്കെ ആൾക്കാരുടെ ഓർമ്മകളിൽ നിന്നും മാഞ്ഞു കിടക്കുന്ന പാട്ടുകൾ. പക്ഷെ ഇപ്പോൾ പാടുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോഴാണ് ഇത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള പാട്ടാണല്ലോ എന്ന് തോന്നുന്നത് അല്ലേ. അപ്പോൾ അത്തരം പാട്ടുകൾ കൂടി ഉണ്ട്. ഇപ്പം നമ്മൾ പരാമർശിച്ച പാട്ടുകളല്ലാതെ ഒരുപാട് പാട്ടുകൾ വേറെ കിടക്കുന്നുണ്ട് സാർ. അപ്പോൾ ഗായകരായിട്ടുള്ള ഒരുപാട് അതിഥികൾ ഇവിടെ ഉണ്ട്. അതിൽ ഒരു അതിഥിയെ കൂടി നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാം. സാറിൻ്റെ കൂടെ പാടുകയും സാറിൻ്റെ പ്രിയ ശിഷ്യന്മാരിൽ ഒരാളുമായിട്ടുള്ള ശ്രീ രാധാകൃഷ്ണൻ, അദ്ദേഹത്തെ നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാം. നമ്മുടെ ഓൾഡ് സ്കൂൾ ട്രൂപ്പിലെ പഴയ മെമ്പറാണ്. എല്ലാ പരിപാടികളിലും പാടാറുണ്ട്. ഞാൻ 79 ഓഡിഷൻ പാസ്സായി. ARL ആദ്യത്തെ ലളിതാനം ചേട്ടൻ്റെ പാട്ടാണ് പാടുന്നത്. മനസ്സിൽ വിടരും മോഹങ്ങളെ മന്മഥ സംഗീതരാഗങ്ങളെ, ആ ലളിതാനം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ കുറച്ച് പേരെ ഇങ്ങനെ കോറൽ ഗ്രൂപ്പിൽ, അന്നൊരു കോറൽ ഗ്രൂപ്പ് പെർഫോം ചെയ്യാനായിട്ട് ഡൽഹിയിലൊരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഒരു ചാൻസ് കിട്ടിയായിരുന്നു. CPC അല്ലേ ചേട്ടാ. ട്രെയിനിൽ സുരേഷ് ട്രൂപ്പായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ പഴയ പാട്ടൊക്കെ പാടിയപ്പോൾ ചേട്ടൻ അത് നോട്ട് ചെയ്തിട്ട് സുരേഷിനോട് പറഞ്ഞു, അടുത്ത ഓൾഡ് ഈസ് ഗോൾഡിലെ രാധാകൃഷ്ണൻ നമുക്ക് വിളിക്കണം. അങ്ങനെ എന്നെ പ്ലേസ് ചെയ്യുന്നത് ജയൻ ചേട്ടൻ്റെ പാട്ട് പാടാനായിട്ടാണ്. SLCക്ക് ഞാൻ കൊച്ചിനെ പഠിക്കാനായിട്ട് ബുക്ക് എടുക്കുമ്പോഴേ മറ്റേ ഹോട്ടലിലെ ഹോൺ അന്ന് ഈ മറ്റേ ബോക്സൊന്നുമില്ല, അതിൽ നിന്ന് വരുന്ന ചില പാട്ടിൽ ചേട്ടൻ്റെ അതിൽ പ്രധാനപ്പെട്ട പെണ്ണായി പിറന്നെങ്കിൽ മണ്ണായി തീരുവോളം കണ്ണീര് കുടിക്കാനോ
ദിനവും കണ്ണീര് കുടിക്കാനോ. ഇത് കേൾക്കുമ്പോൾ ബുക്ക് മുടക്കി വെച്ച് പാട്ടിലാണ് അതുപോലെ. എന്നിട്ട് ഈ ഓഡിഷൻ മാസം ഏറിലെ ആദ്യത്തെ പിന്നെ ലളിതാനം പാടാൻ ചെല്ലുമ്പോൾ ചേട്ടൻ്റെ ആ വേഷവും ഈ സ്പെക്സൊക്കെ വെച്ചിട്ട് പേടിച്ചു നമ്മൾ. ഞങ്ങൾക്ക് വളരെ. എന്നിട്ട് ചേട്ടൻ പറഞ്ഞു രാഷ്ട്രം നമുക്ക് സ്റ്റുഡിയോയിലോട്ട് പോവാം. അവിടെ വന്നിട്ട് താര ഹാർമോണിയായിട്ട് ഇപ്പോഴാണ് ചേട്ടൻ്റെ ആ ഒരു മനസ്സ്. അപ്പോൾ അന്ന് പോലെ ഇന്ന് വരെയും ഓൾഡ് ഈസ് ഗോൾഡിൽ വളരെ സജീവമായിട്ട് ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്.